MiG-21 യുദ്ധവിമാനങ്ങളുടെ വിടവാങ്ങൽ ചടങ്ങാണ്. വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുകയാണ്. ചണ്ഡീഗഡ് വ്യോമതാവളത്തിലാണ് ഡീകമ്മീഷനിംഗ് ചടങ്ങ് പുരോഗമിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു അസാധാരണമായ വിടവാങ്ങൽ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 6 പതിറ്റാണ്ട് കാലം നമ്മുടെ ആകാശഭടന്മാർ എന്ന തരത്തിൽ വിളിക്കപ്പെടാവുന്നവരാണ് MiG-21 യുദ്ധവിമാനം. അതിപ്പോൾ വിടവാങ്ങുകയാണ്. ചണ്ഡീഗഡ് വ്യോമതാവളത്തിലാണ് ഈ ഡീകമ്മീഷനിംഗ് ചടങ്ങ് പുരോഗമിക്കുന്നത്. രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, നമ്മൾ കാണാത്ത തരത്തിലേക്കുള്ള ഒരു ചടങ്ങ്, ഒരു വിടവാങ്ങൽ ചടങ്ങ്, വിവരങ്ങൾ. അനുജ പറഞ്ഞതുപോലെ തന്നെയാണ്. 63 വർഷങ്ങൾക്ക് ശേഷമാണ് MiG-21 വ്യോമസേന വിട നൽകുന്നത്. അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ഇത് കാണാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ CDS അനിൽ ചൗഹാൻ, സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ AP സിംഗ്, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി അടക്കമുള്ളവർ ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഔദ്യോഗിക ഡീകമ്മീഷനിംഗ് ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. MiG-21 വിമാനത്തിന്റെ ഇതിന്റെ സ്ക്വാഡ്രൺ നമ്പർ 23 പാന്തേഴ്സ് എന്നറിയപ്പെടുന്ന വിമാനങ്ങളാണ് ഇന്ന് അവസാന പറക്കൽ നടത്തുന്നത്. ഏതാണ്ട് 2 സ്ക്വാഡ്രൺ MiG-21 വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഇപ്പോഴുള്ളത്. അത് ഇന്നത്തോടുകൂടി തന്നെ അതിന്റെ സേവനം അവസാനിപ്പിക്കും. 1963 സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഇന്ത്യ MiG-21 വിമാനങ്ങൾ വാങ്ങുന്നത്. അന്ന് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും അടക്കം വിമാനങ്ങൾ പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ റഷ്യക്കായിരുന്നു പരിഗണന നൽകിയത്. അന്ന് രഹസ്യ കരാറിലൂടെ ഇന്ത്യയുടെ ഭാഗമായ ഈ MiG-21 ഇന്ത്യൻ വ്യോമസേനയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല്ലായ ഒരു പോർ വിമാനമായി മാറുകയായിരുന്നു. പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലടക്കം 1965, 71, ഒപ്പം തന്നെ കാർഗിൽ വാർ, 99 കാർഗിൽ വാർ, ഏറ്റവും ഒടുവിൽ 2019 ബാലക്കോട്ടിലെ ആക്രമണങ്ങളിലടക്കം ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ഒന്നാം ജനറേഷൻ പോർ വിമാനമായ MiG-21 പല അപ്ഗ്രേഡുകളടക്കം കണ്ടിരുന്നുവെങ്കിലും ഈ കാലപ്പഴക്കം കാരണം വിമാനത്തിന് പല അപകടങ്ങളും സംഭവിച്ചിരുന്നു. നിരവധി പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമായി. അങ്ങനെ പറക്കുന്ന ശവപ്പെട്ടി എന്നൊരു വിശേഷണം കൂടി ഉണ്ടായിരുന്ന ഒരു വിമാനമാണ് MiG-21. എങ്കിലും ഈ പല പൈലറ്റുമാരും, ഈ റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥരടക്കം പറയുന്നതനുസരിച്ചിട്ട് പാകിസ്ഥാൻ ഒരു കാലത്ത് അവരുടെ ആ യുദ്ധമുഖത്തൊക്കെ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് ഇന്ത്യയുടെ MiG-21 വിമാനങ്ങളെയായിരുന്നു. ആ MiG-21 വിമാനങ്ങളാണ് കാലപ്പഴക്കം കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഒഴിവാകുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പോൾ ഇനി അവശേഷിക്കുന്നത് തേജസ്, ഒപ്പം തന്നെ മിറാജ് പോലുള്ള തേജസ്, ജാഗ്വാർ, അതേപോലെ തന്നെ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. ഇനി സുഖോയ് M30MKI പോലുള്ള വിമാനങ്ങളാണ് ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത്. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പഴയ പടക്കുതിരയെ ഇന്ത്യൻ വ്യോമസേനയെ ഡീകമ്മീഷൻ ചെയ്യുന്നത്. അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ ഈ പരിപാടി നടത്തുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമായി 1963 MiG-21 വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായപ്പോൾ അത് ആദ്യമായി വന്നത് ചണ്ഡീഗഡ് വ്യോമസേനയുടെ ഭാഗമായിട്ടായിരുന്നു. ആദ്യത്തെ സ്ക്വാഡ്രൺ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവസാനത്തെ ലും അവിടെ തന്നെ ആകാം എന്ന് തീരുമാനിച്ചത്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ഈ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ജനറൽ വ്യോമസേന മേധാവി AP സിംഗും അവസാനത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ ശർമ്മയായിരിക്കും ഏറ്റവും ഒടുവിലത്തെ ഈ അവസാന പറക്കലിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും അതെ, 6 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ കാത്ത യുദ്ധവിമാനം MiG-21 യുദ്ധവിമാനം വിരമിക്കുകയാണ്, വിടവാങ്ങുകയാണ്. വിടവാങ്ങൽ ചടങ്ങാണ് ഇപ്പോൾ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ നടക്കുന്നത്. ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നുണ്ട്. ഒട്ടേറെ കഥകൾ പറയാനുണ്ട്. ഒട്ടേറെ തവണ ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ പാകിസ്ഥാനെ തറപറ്റിച്ചു. കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത കഥ, ഏറ്റവും ഒടുവിൽ ബാലാക്കോട്ടിൽ. കൂടാതെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തില്ല, പക്ഷെ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. എങ്ങനെ ഇപ്പോൾ കാലമേറെ കഴിഞ്ഞു പോകുമ്പോൾ പുതുതലമുറ യുദ്ധവിമാനങ്ങളുടെ കാലമാണ്. അപ്പോൾ വിരമിക്കുകയാണ് MiG-21 യുദ്ധവിമാനം. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് MiG-21 യുദ്ധവിമാനം ഇന്ത്യയിൽ എത്തിയത്. ആ ചടങ്ങുകൾ, ഡീകമ്മീഷനിംഗ് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.